പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ നടക്കുകയാണ്. ലോകമാകെ കാത്തിരിക്കുന്ന ഒരു ചർച്ചയാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് നയിക്കുന്ന അമേരിക്കൻ സംഘവും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നയിക്കുന്ന ഇറാനിയൻ സംഘവും നേരിട്ടാണ് ചർച്ച നടത്തുന്നത്. ചർച്ചയ്ക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക സൈനിക നടപടി നടത്തിയെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ ഇത് നിഷേധിക്കുകയാണ്. ഹിമ ഹരിദാസ് വിവരങ്ങളുമായി. ഹിമ, എന്താണ് സംഭവിക്കുന്നത്? ഇത് ദീർഘകാലത്തിന് ശേഷമാണല്ലോ നേരിട്ട് ഇരു രാജ്യങ്ങളും രാജ്യപ്രതിനിധികൾ തമ്മിൽ ചർച്ച നടക്കുന്നത്. തീർച്ചയായും രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ 1971 ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ തമ്മിൽ നേരിട്ട് ഇങ്ങനെയൊരു ചർച്ച നടക്കുന്നത്. വലിയ പ്രതീക്ഷയോടെയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ചർച്ചയെ നോക്കിക്കാണുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്നുള്ളൊരു ആകാംക്ഷയാണുള്ളത്. പാകിസ്ഥാന്റെ അധ്യക്ഷതയിൽ ഇസ്ലാമാബാദിൽ വെച്ചാണ് ഇറാനും US തമ്മിലുള്ള ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ ഒരു ആദ്യ പടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര പ്രതിനിധികളുമായി സംസാരിച്ചു. അതിനുശേഷം ഇപ്പോൾ നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളെ ഒന്നിച്ചിരുത്തിയുള്ള ചർച്ചയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഹോർമൂസിൽ എന്താണ് സംഭവിക്കുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? തീർച്ചയായും രതീഷ്, ഹോർമൂസിൽ സൈനിക നടപടി ആരംഭിച്ചു എന്നുള്ളതായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഒരു പടക്കപ്പൽ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ളതും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്നാൽ അത് തള്ളുകയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത്തരത്തിലൊരു പടക്കപ്പൽ, അമേരിക്കൻ പടക്കപ്പൽ വന്നിരുന്നു, എന്നാൽ തങ്ങൾ അപ്പോൾ തന്നെ അതിനെ പിൻവലിപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇറാന്റെ ഇതിലുള്ള പ്രതികരണം. ട്രംപിന്റെ അവകാശവാദം അപ്പാടെ തള്ളുകയായിരുന്നു ഇറാൻ. ശരി, അതിപ്രധാനമാണ് കൂടിക്കാഴ്ച. കാരണം ഇരു രാജ്യങ്ങൾ ദീർഘകാലത്തിന് ശേഷം ഒരുമിച്ചിരുന്ന് രാജ്യപ്രതിനിധികൾ ചർച്ച ചെയ്യുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതേസമയം സമാധാനത്തിലേക്കാണോ കാര്യങ്ങൾ എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങളുമുണ്ട്. ഇടപെട്ട രാജ്യങ്ങളുടെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള സംശയങ്ങളും സ്വാഭാവികമായി ഉയരുന്നുമുണ്ട്.